ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈബ്രിഡൈസേഷനാണ്. ഡിഫറെൻറ്റ് കാർബൺ കോമ്പൗണ്ട്സ്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ്. നമ്മളിവിടെ 3 എക്സാമ്പിൾസാണ് എടുത്തിട്ടുള്ളത്. ഈഥെയിൻ, the molecular formula is C2H6. Then ethene, that is carbon double bonded compound, that is C2H4. Then ethyne, that is C2H2. ഇതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ഈഥെയിൻ, എത്തിലീൻ ആൻഡ് അസറ്റിലീൻ. ഈ 3 കോമ്പൗണ്ട്സ്, അതിലെ കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനായി നമ്മൾ ഇതിലെ കാർബൺ ആറ്റത്തെ നോക്കുന്നു. കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 1s2, 2s2, 2p2. അതിൻ്റെ ഓർബിറ്റൽ വൈസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2px1, y1. ഇസഡിൽ ഇലക്ട്രോൺ ഇല്ല. 2, 4, 5, 6 ഇലക്ട്രോൺസ്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ കമ്പൈനിങ് ആറ്റംസ്, ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ഈ 3 കോമ്പൗണ്ടിലും ഹൈഡ്രജൻ ആറ്റംസ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം വരുന്നതനുസരിച്ച് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ, എത്ര ആറ്റവുമായിട്ടാണോ ബൈൻഡ് ചെയ്യേണ്ടത്, ആ രീതിയിൽ നമുക്ക് അവിടുത്തെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളിൽ നമ്മൾ ബോണ്ടുകളുടെ ലെങ്ത്, അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത്, അതുപോലെ ജോമെട്രി, ഇതെല്ലാം എക്സാമിൻ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന സിമിലാരിറ്റി, എല്ലാ കാർബൺ ഹൈഡ്രജൻ ബോണ്ടും ഒരുപോലെയാണോ, അല്ലെങ്കിൽ കാർബൺ ബോണ്ട് ഒരുപോലെയാണോ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നതുകൊണ്ടാകാം ഈ മോളിക്യൂളിന് ഇത്തരത്തിലൊരു സ്ട്രക്ചറും അതുപോലെ ഒരു ജോമെട്രിയും ബോണ്ടുകളും വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് വാലൻസ് ബോണ്ട് തിയറിയുടെ VB തിയറി, വാലൻസ് ബോണ്ട് തിയറിയിലാണ് നമുക്ക് ഈ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസേഷനിലേക്ക് പോകാം. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. 1s2, 2s2, 2px1, 2py1. ഇനി മറ്റ് ആറ്റംസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഒരു ആറ്റത്തിന് ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടി വരും. അവിടെ ചില എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആറ്റം അപ്രോച്ച് ഉണ്ടാകുന്ന ഒരു എനർജി ഓഫ് ഇൻട്രാക്ഷൻ കൊണ്ട് ഇവിടെ ഒരു എക്സൈറ്റേഷൻ നടക്കുകയാണ്. സോ കാർബൺ ആറ്റത്തിലെ 2s ഓർബിറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് 2pz ഓർബിറ്റിലേക്ക് പോവുകയാണ്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ദി കാർബൺ ആറ്റം 1s2, 2s1, 2px1, 2py1, 2pz1. ഈ ഒരു കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇനി ഈഥെയിൻ, എത്തിലീൻ, അസറ്റിലീൻ, ഈ 3 കോമ്പൗണ്ടിൻ്റെയും ഹൈബ്രിഡൈസേഷൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈഥെയിൻ മോളിക്യൂളിനെ നോക്കാം. ഈഥെയിനിൻ്റെ സ്ട്രക്ചർ C2H6 ആണ്. അപ്പോൾ അത് CH3 ഗ്രൂപ്പിംഗ് ആണ്. അതായത് കാർബൺ മറ്റൊരു കാർബണുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഓരോ കാർബണും 3 ഹൈഡ്രജനുമായിട്ട് ബൈൻഡ് ചെയ്യുകയും ആണ്. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർബൺ ആറ്റത്തിന് 3+1 കാർബൺ ആറ്റം 4 ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത്. ഓരോ കാർബൺ ആറ്റം അതിൽ ഒരു ബോണ്ട് കാർബണും തമ്മിലാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഏത് ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ വരണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ദിസ് ദ ഔട്ടർ കോൺഫിഗറേഷൻ 2s1, 2px1, y1, z1, px, py, pz, 2s. ഇതിനകത്ത് നമുക്ക് ഈഥെയിനിൽ ആവശ്യമെന്ന് പറയുന്നത് 4 ഓർബിറ്റൽ വേണം. 4 ബോണ്ടാണ് കാർബണിന് ഫോം ചെയ്യാനുള്ളത്. അതുകൊണ്ട് 4 അൺപെയ്ഡ് ഇലക്ട്രോൺസും ഇൻവോൾവ് ആണ്. അതുകൊണ്ട് sp3 ഹൈബ്രിഡൈസേഷനാണ് അവിടുത്തെ പ്രോസസ്സ്. വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റീമിക്സിംഗ് ഓഫ് atomic orbitals of the valence shell having different energy to form same number of equivalent new atomic orbitals, which are known as hybrid orbitals. So the hybrid orbitals are equivalent in energy and shape.
sp3 ഹൈബ്രിഡൈസേഷനിൽ നമുക്ക് ഈ ഫോം ചെയ്ത 4 ഡിഫറെൻ്റ് അറ്റോമിക് ഓർബിറ്റലിൽ നിന്ന് 4 പുതിയ ഇക്വലൻ്റ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അങ്ങനെ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അവർ എനർജിയും ഷേപ്പും എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് അത് തമ്മിലുള്ള ആംഗിളും എല്ലാം ഒന്ന് തന്നെയായിരിക്കും. സോ അത് തമ്മിലുള്ള ഓർബിറ്റൽ ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ഇതെല്ലാം ഈക്വൽ ആകുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ ആണ് വരുന്നത്. അപ്പം ഇതാണ് ഓർബിറ്റൽ. ഇവിടെ ആക്ച്വലി ഈ ഒരു വലിയ ലോബിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ചെറിയ ലോബ് കാണും. അത് നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് ദ മേജർ പോർഷൻ ഓഫ് ദി ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇത് ഒരു റെഗുലർ ടെട്രാഹെഡ്രൻ്റെ 4 കോർണേഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ജോയിൻ ചെയ്താൽ ഒരു റെഗുലർ ടെട്രാഹെഡ്രൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി ഓരോ കാർബണും sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് കാർബണിൻ്റെ ഒരു sp3 ഓർബിറ്റലും സെക്കൻഡ് കാർബണിൻ്റെ ഒരു sp3 ഓർബിറ്റലും കൂടെ ഓവർലാപ്പ് ചെയ്യുന്നു. ഇവിടെ ലീനിയർ ഓവർലാപ്പാണ്, എലോങ് ദി ആക്സിസ് ആണ് അത് ഓവർലാപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് ഹൈബ്രിഡ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓരോ കാർബണിലും sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഇവിടെയും ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം സിഗ്മ ബോൺസ് ആയിരിക്കും. അപ്പം ഓരോ കാർബണിലും 4 സിഗ്മ ബോൺസ് ഉണ്ട്. അതിൽ 3 CH സിഗ്മ ബോണ്ട്, 4-മത്തത് CC സിഗ്മ ബോണ്ട് ആയിരിക്കും. അതുപോലെ ഈ കാർബണിൽ ഒരു CC സിഗ്മ ബോണ്ടും 3 CH സിഗ്മ ബോണ്ടും. അപ്പോൾ ഇവിടെ ഇത് സിഗ്മ ബോണ്ട്, സിഗ്മ. Again, these are all sigma bonds, and the carbon-carbon bond is also sigma bond, which are formed by the linear overlapping of orbitals. Okay, this is the structure of ethane. So the molecule is a 3-dimensional molecule. നമ്മളടുത്തായിട്ട് എത്തീൻ അല്ലെങ്കിൽ എത്തിലീൻ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കുകയാണ്. ഇവിടെയും നമുക്ക് 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. പക്ഷേ ഫോർമുല വൈസ് CH2 അതായത് ഫോർമുല C2H4 ആണ്. അപ്പോൾ നമുക്ക് CH2 ഗ്രൂപ്പിംഗ് മതി. അതായത് കാർബണും തമ്മിലൊരു ബോണ്ട്, പിന്നെ ഒരു കാർബണ് 2 ഹൈഡ്രജൻ. അപ്പോൾ ഒരു കാർബണിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 2 CH ബോണ്ടും ഒരു CC ബോണ്ടും മതി. അപ്പോൾ അവിടെ 3 ഓർബിറ്റലേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഇക്വലൻ്റ് ഓർബിറ്റൽസ് കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഇത്രയും ഓർബിറ്റൽസ് ഉണ്ടെങ്കിലും അതിലെ ഒരു എസും 2 പിയും കൂടെ കമ്പൈൻ ചെയ്ത് sp2 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്കായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. ഇത് ഓരോന്നും sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. ഇനി 2 കാർബണുകൾ ജോയിൻ ചെയ്യുമ്പോൾ അവയുടെ ഓരോ sp2 ഓർബിറ്റൽസ് തമ്മിൽ ലീനിയർ ഓവർലാപ്പ് നടക്കും. അതുപോലെ തന്നെ ഓരോ sp2 ഓരോ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലായിട്ട് കമ്പൈൻ ചെയ്ത് അങ്ങനെ ഇവിടെയും ഓരോ കാർബണ് 2 CH ബോൺസും ഫോം ചെയ്യും. അതുപോലെ ഇവിടെയും 2, ഇവിടെ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽ, ദെൻ sp2 ഓർബിറ്റൽ, അവിടെയും 2 CH. സോ ദീസ് ആർ സിഗ്മ ബോൺസ്. ഓൾ CH ബോൺസ് ആർ സിഗ്മ ബോൺസ്. ഇത് നമുക്ക് നോക്കേണ്ടത് കാർബണും തമ്മിലുള്ള ബോണ്ടാണ്. ഈ ലീനിയർ ഓവർലാപ്പിങ്ങിന് നമുക്ക് കിട്ടുന്ന ഒരു സിഗ്മ ബോണ്ടായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു pz ഓർബിറ്റൽ ഉണ്ട്. ആ pz ഓർബിറ്റൽ എന്ന് പറയുന്നത് ഈ ട്രയാങ്കുലർ പ്ലെയിൻ ഓഫ് ദ പേപ്പറിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും, ഈ ഒരു പൊസിഷനിലായിരിക്കും ഈ ഓർബിറ്റൽസ് നിൽക്കുന്നത്. അത് നമ്മൾ ഫിഗറിൽ 2D ഫിഗറിൽ നമ്മൾ ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആറ്റംസ് ക്ലോസ് ആയിട്ട് വന്ന് ബോണ്ട് ഫോം ചെയ്യും, ഓവർലാപ്പ് ചെയ്യുന്നതനുസരിച്ച് ഈ അൺഹൈബ്രിഡൈസ്ഡ് pz ഓർബിറ്റൽസ് അടുത്തേക്ക് വരികയും അതൊരു ലാറ്ററൽ കോണ്ടാക്റ്റിലേക്ക് വരും, ഒരു
അതുകൊണ്ടൊരു വീക്ക് ഇൻട്രാക്ഷൻ ആയിരിക്കും വരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന പാരലൽ അല്ലെങ്കിൽ ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ്. ലാറ്ററൽ ഓവർലാപ്പിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു വീക്ക് പൈ ബോണ്ട് ആയിരിക്കും. വീക്ക് പൈ ബോണ്ട്. അങ്ങനെ നമുക്ക് കാർബൺ കാർബൺ പൈ ബോണ്ടും കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. സോ ഇവിടുത്തെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പോൾ ഇവിടെ ഒരു അൺസാച്ചുറേഷൻ ആണ്. സോ ദിസ് ഈസ് എൻ അൺസാച്ചുറേറ്റഡ് compound. The pi bond is very weak and it can be easily broken. Therefore, ethylene undergo addition reactions by breaking this pi bond. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അസറ്റിലീൻ ആണ്. ഇതേപോലെ തന്നെ 2s ഓർബിറ്റലും 2px,y,z. ഇവിടെ അസറ്റിലീൻ എന്ന് പറയുമ്പോൾ C2H2 ആണ്. അതായത് CH ഗ്രൂപ്പിംഗ് ആണ്. ഒരു കാർബണും മറ്റൊരു കാർബണുമായിട്ട് ഒരു ബോണ്ടും, അങ്ങനെ ഓരോ കാർബണും ഓരോ ഹൈഡ്രജനുമായിട്ട്. അതായത് ഒരു കാർബണിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 2 ഓർബിറ്റൽസ് മാത്രമാണ്. അപ്പോൾ 2 ഓർബിറ്റൽ മാത്രം മതിയെങ്കിൽ നമുക്കിവിടെ ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും മാത്രം ഹൈബ്രിഡൈസ് ചെയ്ത് sp ഹൈബ്രിഡൈസേഷനാണ് അസറ്റിലീനിൽ ഉള്ളത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, സോ ദിസ് ഇസ് ദ sp ഹൈബ്രിഡ് ഓർബിറ്റൽ. അപ്പം ഇത് രണ്ടും ഈക്വൽ ആകണം, ജോമെട്രിയിലും ഓറിയൻറ്റേഷനിലും എല്ലാം ഈക്വൽ ആകണമെങ്കിൽ അതൊരു ലീനിയറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. അവ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ദ മോളിക്യൂൾ വിൽ ബി എ ലീനിയർ മോളിക്യൂൾ. ഇനി ഈ sp ഹൈബ്രിഡ് ഓർബിറ്റിലേക്ക് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽസ് ലീനിയറായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ CH ബോണ്ട് സിഗ്മ ആയിരിക്കും, ഈ CH ബോണ്ട് സിഗ്മ ആയിരിക്കും. കാർബണും കാർബണും തമ്മിലുള്ള sp ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഓവർലാപ്പ് വഴിയുള്ള ലീനിയർ ബോണ്ട് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ടായിരിക്കും. പിന്നെ നമുക്ക് കാണാവുന്നത് ഇവിടെ 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ട്, py ഓർബിറ്റലും pz ഓർബിറ്റലും. ഇതിൽ ഒരെണ്ണം നമുക്ക് py എന്ന് വിളിക്കാം, മറ്റൊന്ന് pz. py pz. അപ്പോൾ ഇവിടെ കാർബണും കാർബണും അടുത്തേക്ക് വരുമ്പം സിഗ്മ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഈ ആറ്റംസ് വളരെ ക്ലോസ് ആയി വരുമ്പോൾ p ഓർബിറ്റൽസിൻ്റെ ഈ ഡയറക്ഷനിലിരിക്കുന്ന 2 p ഓർബിറ്റലും ലാറ്ററലായിട്ട് കോണ്ടാക്റ്റിൽ വരും. അതുപോലെ ഈ ഡയറക്ഷനിലിരിക്കുന്ന p ഓർബിറ്റലും കോണ്ടാക്റ്റിൽ വരും. സോ ആദ്യത്തെ ബോണ്ട് എന്ന് പറയുന്നത്, സോ ദർ വിൽ ബി എ ബോണ്ട് സിഗ്മ ബോണ്ട് ലൈക്ക് ദിസ്, പൈ ബോണ്ട് ലൈക്ക് ദിസ്. ഇത് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഈ 2 പൈ ബോണ്ടുകൾ ഈ രീതിയിൽ ഫോം ചെയ്യും. ദെൻ 1 more പൈ ബോണ്ട് ഇസ് ദെയർ, ദാറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. So in the x direction there is a sigma bond, in the y direction there is a pi bond, then again there is a pi bond in the z direction, mutually perpendicular direction. So these orbitals are represented like this, is the py. So these py orbitals join together, the lobes of this py orbitals നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ഇതുവരെ കാണിക്കണം. ഈ py ഓർബിറ്റൽസ് യൂണിയൻ കൊണ്ട് നമുക്കൊരു പൈ ബോണ്ട് കിട്ടും. പിന്നെ നമുക്ക് pz ഓർബിറ്റൽസ് ആണ്. pz ഓർബിറ്റൽ അടുത്ത z ഓർബിറ്റലുമായിട്ട് ജോയിൻ ചെയ്യും. pz ജോയിനിങ് കൊണ്ട് നമുക്ക് മറ്റൊരു പൈ ബോണ്ടും കൂടെ കിട്ടും. അങ്ങനെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടാണ് അസറ്റിലീനകത്ത് ഫോം ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് sp ഹൈബ്രിഡൈസേഷൻ ആൻഡ് ദ ബോണ്ട് ആംഗിൾ ഈസ് 180 ഡിഗ്രി. സോ ഈ മൾട്ടിപ്പിൾ ബോണ്ട്സ് വരുന്ന CH2 ഡബിൾ ബോണ്ട് CH2 ആൻഡ് CH ട്രിപ്പിൾ ബോണ്ട് CHR അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 കാർബൺ വീതമുള്ള കോമ്പൗണ്ട്സാണ് എടുത്തത്. ഇനി എവിടെയാണെങ്കിലും ഇതുപോലെ മൾട്ടിപ്പിൾ ബോണ്ട്സ് വരുമ്പോൾ ഡബ്ലി ബോണ്ടഡ് കാർബണിന് sp2 ഹൈബ്രിഡൈസേഷനും ട്രിപ്ലി ബോണ്ടഡ് കാർബണിന് sp ഹൈബ്രിഡൈസേഷനും, അതുപോലെ തന്നെ സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ അതിന് sp3 ഹൈബ്രിഡൈസേഷനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ബെൻസീൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.